മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഒന്നാണ്. നാം പലപ്പോഴും ചിന്തിക്കുകയും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഓരോ നിലകളിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഉപമയാണ്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 13 അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ 3-9. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അതിനെ തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ അനേക ഉപമകൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ആ ഉപമകളിലൂടെയൊക്കെ ചില പ്രത്യേക ആത്മീക പാഠങ്ങളുമാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഉപമകളുടെ വ്യാഖ്യാനത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകൾ അതിൻ്റെ ആത്മീയ അർത്ഥം ആ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് നാം അതിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത്. എന്നാൽ ഈ ഉപമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് മറ്റു സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഉപമയ്ക്കുള്ള പ്രത്യേകത ഇതിൻ്റെ വ്യാഖ്യാനവും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ വായിച്ച ഈ വിശദീകരണത്തിൻ്റെ ഓരോന്നിൻ്റെയും ആത്മീയ അർത്ഥം എന്താണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ വിശദമായിട്ട് നമുക്ക് കാണണമെങ്കിൽ മറ്റു സുവിശേഷങ്ങളിലൂടെ വായിക്കണം. എന്നാൽ ഈ സുവിശേഷത്തിൽ തന്നെ ഇതിൻ്റെ ഉപമയുടെ അല്ലെങ്കിൽ ഈ വിശദീകരണത്തിന്റെ ആത്മീയ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇതേ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 13-ാം അധ്യായത്തിൽ തന്നെ മുൻപോട്ട് വരുമ്പോൾ 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അതിന്റെ ആത്മീയ അർത്ഥം കാണാം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലായിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഈ 13-ാം അധ്യായത്തിൽ തന്നെ ഈ ഉപമയുടെ അർത്ഥവും അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനവും കർത്താവ് തന്നിട്ടുണ്ട്. വിത്ത് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കർത്താവ് പറഞ്ഞതിൽ തന്നെ നമുക്ക് എടുക്കാം. വചനം വിതയ്ക്കുന്ന കാര്യമാണ്. ഹൃദയത്തിൽ വചനം വീഴുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഉപമയിൽ ഒരു പ്രത്യേകത, 3 പ്രത്യേക സ്ഥലങ്ങളിൽ വീണ വിത്ത് ശരിയായ ഫലം കായ്ച്ചില്ല. എന്നാൽ അത് ചിലതിനെ കുറിച്ച് പറയുമ്പോൾ ക്ഷണത്തിൽ മുളച്ചു വന്നെന്നൊക്കെ പറയുന്നുണ്ട്. കേവലം ഉപരിപ്ലവമായ ചില ഫലങ്ങൾ ഉണ്ടായി, എന്നാൽ നല്ല ഫലം ഉണ്ടായില്ല, അല്ല നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് നല്ല നിലത്ത് വീണത് 100, 60, 30 മേനിയായി വിളഞ്ഞു എന്നാണ്. ഇതിന്റെ ശരിയായ അർത്ഥമെന്ന് പറയുന്നത്, നല്ല നിലത്ത് വീണത് നല്ല ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഹൃദയത്തിൽ വചനം കേട്ടിട്ട് ചിലത് നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടു, ചിലതുകൊണ്ട് ചില ഉപരിപ്ലവമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ഹൃദയത്തിൽ ആഴത്തിൽ പതിയാഞ്ഞതുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല എന്നാണ്. ഇത് നമുക്കറിയാം. ഒരു പങ്ക് ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ദൈവവചനത്തോട് വലിയ ഇഷ്ടമാണ്, ദൈവവചനം കേൾക്കാൻ താല്പര്യമാണ്, ദൈവവചന സത്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് വീഴുന്നുമുണ്ട്. അതിൻ്റെ ചില ബാഹ്യമായ പ്രകടനങ്ങളും കാണുന്നുമുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ അത് ശരിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അത് രക്ഷയായി പരിണമിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് അവരവർക്കറിയാം, കർത്താവിനറിയാം. അത് കാണുന്ന നമുക്കൊരു പക്ഷേ സംശയം തോന്നാം. വചനം ശരിയായി അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അത് രക്ഷ എന്ന ഫലമായി പുറത്തു വന്നിട്ടുണ്ടോ? അപ്പൊ ഇവിടുത്തെ ഈ പശ്ചാത്തലത്തിലെ പ്രധാന അർത്ഥം
നല്ല നിലത്ത് വീണു, നല്ല ഫലം പുറപ്പെട്ടു എന്ന് പറയുന്നത് ഹൃദയത്തിൽ വീണു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ആഴത്തിൽ പതിഞ്ഞു. അതുകൊണ്ട് ആ വചനം എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ആ സുവിശേഷത്തെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. കർത്താവിൽ വിശ്വാസം ശരിയായി അർപ്പിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന അർത്ഥം. എന്നാൽ ഇന്ന് ഈ ഉപമ നമ്മൾ ഇവിടെ ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ ആ അർത്ഥത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കപ്പെട്ടവരാ, രക്ഷിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആ വിശദീകരണത്തിലെ നമ്മോടുള്ള ബന്ധത്തിലെ ചില ആത്മീയ ആലോചനകളാണ് ഞാൻ ഓർപ്പിക്കാനായിട്ട് പോകുന്നത്. വചനം കേൾക്കുകയും ഹൃദയത്തിൽ വീഴുകയും ചെയ്ത നമ്മോടുള്ള ബന്ധത്തിൽ ആ വചനത്തിനനുസരിച്ചുള്ള, രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, എന്നാൽ ആ വചനത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ, അത് ചിന്തിക്കത്തക്ക നിലയിലാണ് ഈ ഭാഗത്തെ ഞാൻ അല്പമായിട്ട് ഒന്ന് വിശദീകരിക്കുന്നത്. ഇവിടെ ആദ്യം 3 സ്ഥലത്ത് വീണതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ചിലത് വഴിയരികെ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു. ഈ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വീണതിനെ കുറിച്ചും അതിൻ്റെ ആ വ്യാഖ്യാനത്തിലല്ല, ഉപമയിൽ തന്നെ പറയുന്നത് ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് കളഞ്ഞുപോയി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, പറവകൾ വന്ന് അത് തിന്ന് കളഞ്ഞു എന്ന് പറയാൻ, വഴിയരികെ വീണത് എന്ത് സംഭവിച്ചു? പറവ വന്ന് തിന്നു കളഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇച്ചിരൂടെ ലളിതമായിട്ട്, ഇച്ചിരൂടെ ഒന്ന് സംസാര ഭാഷ പറഞ്ഞാൽ, ആ വിത്തിന് എന്ത് സംഭവിച്ചു? അത് കളഞ്ഞുപോയി, അല്ലേ? അത് നഷ്ടപ്പെട്ടു പോയി. ഇനി അടുത്തത് പാറപ്പുറത്ത് വീണു. അതും 6-ാം വാക്യം, ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. അപ്പൊ അതിനും എന്ത് സംഭവിച്ചു? അതും പോയി, അത് നഷ്ടപ്പെട്ടു പോയി. ഇനി 3-ാമത്തേതോ 7-ാം വാക്യം, മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അപ്പൊ ഈ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലും വിത്ത് വീണെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വിത്തിനൊക്കെ എന്ത് സംഭവിച്ചു? ആ 3 വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അതെല്ലാം കളഞ്ഞുപോയി, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അത് പ്രയോജനരഹിതമായി പോയി. കഴിഞ്ഞ നാളുകളിൽ കേട്ട വചനമൊക്കെ എവിടെ പോയി? നമ്മുടെ ഹൃദയത്തിലും. ദൈവവചനത്തിന്റെ ആലോചനകൾ ആവർത്തിച്ച് വളരെ വ്യക്തമായി കേൾക്കാനുള്ള അവസരങ്ങൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ കേട്ടതെല്ലാം അവിടെ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ടോ, അതോ കളഞ്ഞു പോയോ? അതൊക്കെ അവരവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാനാ ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. നമുക്കറിയാം, ഈ കാലം എന്ന് പറയുന്നത് നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചിട്ടുള്ള ദൈവവചനത്തിന്റെ ഉപദേശ സത്യങ്ങളിൽ നിന്ന് പോലും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവവചനത്തിലെ അടിസ്ഥാനപരമായ ഉപദേശ സത്യങ്ങൾ പോലും നമ്മൾ എത്രമാത്രം ആഴത്തിൽ ഗ്രഹിക്കുന്നുണ്ട്, അത് എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഞാനത് ഇങ്ങനെ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ ഉപദേശ വിഷയങ്ങളും അടിസ്ഥാനപരമായത് വിശദമായി പഠിപ്പിക്കുകയും ആ നിലയിൽ വിശദമായ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ആ നിലയിലുള്ള ആ അടുത്ത തലമുറ മനസ്സിലാക്കേണ്ടുന്ന, അല്ലെങ്കിൽ വചന ഉപദേശ സത്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ അവർ ഗ്രഹിക്കേണ്ടതായ അടിസ്ഥാനപരമായ പല ഉപദേശ സത്യങ്ങളും വേണ്ട നിലയിൽ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എത്രമാത്രം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതാ. വചനം കേൾക്കാഞ്ഞിട്ടല്ല, പക്ഷേ ആ കേട്ടതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാ, നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാ. അതെല്ലാം കളഞ്ഞുപോയി, അതെല്ലാം പറവ തിന്ന് കളഞ്ഞു, അതെല്ലാം നഷ്ടമായി പോയി. എന്നാൽ അവന്റെ അവസാനം ചുരുക്കമായിട്ട് ചിലതിനെ കുറിച്ച് പറയുകയാണ്, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ആ അവസാനത്തെ വാക്കാണ് വളരെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണ്ടേ. ഇതൊക്കെ കേൾക്കാൻ ചെവിയുള്ളോ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെവി ഇല്ലാത്തവരോടാണ് ഇതൊക്കെ പറഞ്ഞേ. എല്ലാവർക്കും ചെവി ഉള്ളതാ, കേൾക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അതൊന്നും കാര്യമാക്കുന്നില്ല, അതൊന്നും ഗൗനിക്കുന്നില്ല.
ഇതൊക്കെ ഇപ്പൊ നമ്മളെന്താ ഈ ഇത്ര വലിയ വിഷയങ്ങളിലേക്കൊക്കെ കടന്നു പോകേണ്ട ആവശ്യം എന്താ എന്നൊരു പക്ഷെ ചിന്തിക്കുന്നത് കൊണ്ടാ ഇവിടെ പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ ഉപമ അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ 3 സ്ഥലത്തും വിതയ്ക്കപ്പെട്ട വിത്ത് എന്ന് പറഞ്ഞാൽ വഴിയരികയാകട്ടെ, പാറപ്പുറത്താകട്ടെ, മുള്ളിനിടയിലാകട്ടെ, ഈ 3 വേണ്ട നിലയിൽ ഫലം പുറപ്പെടുവിക്കാതെ പോയത് എന്തെങ്കിലും അസാധാരണമായ ചില പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ടാണോ? എന്തെങ്കിലും അത് മുളയ്ക്കാതിരിക്കത്തക്ക നിലയിൽ, അത് നല്ല ഫലമായി വരാതിരിക്കത്തക്ക നിലയിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ, ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ചില പ്രതികൂലങ്ങൾ, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില പ്രയാസമേറിയ വിഷയങ്ങൾ, ഇതൊക്കെ നേരിടേണ്ടി വന്നതുകൊണ്ടാണോ വേണ്ട നിലയിൽ ഫലം പുറപ്പെടുവിക്കാതെ പോയത്? അല്ല. വായിച്ചു നോക്കിയാൽ നമുക്കവിടെ മനസ്സിലാക്കാം, സാധാരണ സംഭവിക്കുന്ന ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നുള്ളൂ. എന്താ അവിടെ നടന്നത്? ഒന്നാമത്തത് നമ്മൾ നോക്കിയാൽ അറിയാം, വഴിയരികെ വീണത്. അതിനെന്താ സംഭവിച്ചത്? പറവ വന്ന് തിന്നുകളഞ്ഞു. അതിന് അസാധാരണമായ ഒരു പ്രതികൂലമാണോ അവിടെ സംഭവിച്ചത്? അസാധാരണമായ എന്തോ ഒരു അന്യജീവി ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഈ വിത്തെല്ലാം തിന്നുകളയേണ്ടി വന്നു? അല്ല. ഒരു പറവ വന്ന് വിത്ത് തിന്നുക എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വിതയ്ക്കപ്പെട്ട വിത്ത് സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ പ്രശ്നങ്ങൾ കൊണ്ടും നശിക്കാതിരിക്കത്തക്ക വിധം അത് വീടിനടുത്ത് വീണ് അവിടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അപ്പൊ പ്രശ്നമല്ല ഇവിടുത്തെ കാരണം, പറവ വന്നെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അത് സാധാരണമാണ്. ഇവിടെ അല്ലേ വേറൊരിടത്ത്, ഇന്നല്ലേ നാളെ പറവ വരും. വിതയ്ക്കുന്ന വിത്തുകളോ ഇനി മുളച്ചു വന്നാൽ അതിന്റെ ചില ഫലങ്ങളോ ഒക്കെ കൊത്തി തിന്ന് കളഞ്ഞെന്ന് വരും. അപ്പോ പറവ വന്നു എന്നുള്ള അതല്ല ഇവിടുത്തെ വിഷയം. ഇനി രണ്ടാമത്തെ പ്രശ്നം നോക്കിയേ, ചിലത് പാറസ്ഥലത്ത് വീണു. അതിന് സംഭവിച്ചത് മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. പക്ഷെ അടുത്ത് സംഭവിച്ചത് എന്താ? സൂര്യൻ ഉദിച്ചു, ചൂട് തട്ടി, വേരില്ലായതുകൊണ്ട് ഉണങ്ങിപ്പോയി. അപ്പൊ ആ വിതയ്ക്കപ്പെട്ട വിത്ത് ഉണങ്ങിപ്പോകാൻ കാരണം സൂര്യൻ ഉദിച്ചതും ചൂടുണ്ടായതുമാണോ? ആണോ എന്ന് ചോദിച്ചാൽ ഒരളവിൽ പറയാം, സൂര്യൻ ഉദിച്ചത് കൊണ്ടാ, അല്ലേ? പക്ഷെ സൂര്യൻ ഉദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സൂര്യൻ ഉദിക്കാതിരുന്ന് അവിടെ ചൂടുണ്ടാകാതിരുന്ന് ആ വിത്ത് മുളച്ച് ഫലം പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. സൂര്യൻ ഉദിക്കണം. തന്നെയല്ല, കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം, ആ കൃഷി നല്ല ഫലമായിട്ടൊക്കെ പുറത്തു വരണമെങ്കിൽ, നല്ല വളർച്ചയൊക്കെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ ഉദിക്കുകയും വേണം, സൂര്യന്റെ പ്രകാശം ചൂട് കിട്ടുകയും വേണം. ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ ആവശ്യമായ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളെ അവിടെ നടന്നിട്ടുള്ളൂ. സൂര്യൻ ഉദിച്ചു, അത് ഇന്ന് ഉദിക്കും, നാളെ ഉദിക്കും, അടുത്ത ദിവസം ഉദിക്കും, അതിന്റെ ചൂടുണ്ടാകും. ഇതെല്ലാം സ്വാഭാവികമായ പ്രശ്നങ്ങളാണ്. എന്നിട്ടും ഈ വിത്തിന് എന്ത് സംഭവിച്ചു? ഇത് മുളച്ചെങ്കിലും അത് നല്ല ഫലമായിട്ട് പുറത്തു വന്നില്ല. ഇനി മൂന്നാമത്തേത് നോക്കി. മൂന്നാമത്തേത് മുള്ളിനിടെ വീണു, മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതും എല്ലായിടത്തും ഇല്ലേ? അല്പം പറമ്പൊക്കെ ഉള്ളവർക്കറിയാം, കൂടെ കള അല്ലെങ്കിൽ മുള്ള് വളർന്നു വരുന്നു. അതൊന്ന് ഒതുക്കാനും അതൊന്ന് ഇല്ലാതാക്കാനും കൂടെ നടത്തുന്ന പരിശ്രമങ്ങൾ, അത് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. ഇത് എല്ലായിടത്തും ഉള്ളതാ. ഇത് അസാധാരണമായ എന്തോ ഒന്ന് ഈ ചിലർക്ക് മാത്രം സംഭവിച്ചതല്ല, ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാ. അവൻ പറവ വരിക, സൂര്യൻ ഉദിക്കുക, മുള്ളു വളരുക എന്നൊക്കെ പറയുന്നത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ഈ വിത്ത് നശിച്ചു പോയതല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈനംദിനം നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ഇത് ലോകത്തിന് മാത്രമല്ല, നമ്മോടുള്ള ബന്ധത്തിലും, അല്ലെ? പുറത്തുള്ളവർക്ക് മാത്രമേ സൂര്യൻ ഉദിക്കുന്നുള്ളൂ. നമ്മോടുള്ള ബന്ധത്തിലും സൂര്യൻ ഉദിക്കുന്നുണ്ട്, നമ്മോടുള്ള ബന്ധത്തിലും അതിന്റെ ചൂടേൽക്കുന്നുണ്ട്, പറവകൾ വരുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായി നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്ത് വേണ്ട നിലയിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ചുറ്റുപാടുകളെയോ സാഹചര്യങ്ങളെയോ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ അതെല്ലാവർക്കും ഒരുപോലെ നേരിടേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് മറ്റു സാഹചര്യങ്ങളാകട്ടെ, നമ്മുടെ ചുറ്റുപാടുകളാകട്ടെ, പ്രകൃതിയിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളാകട്ടെ, ഇതൊന്നും നോക്കി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എവിടെയാ വീഴ്ച സംഭവിച്ചത്? ഹൃദയത്തിനാ വീഴ്ച സംഭവിച്ചത്. ആ ഹൃദയത്തിൽ വീണെങ്കിലും അത് എത്രമാത്രം ഹൃദയത്തോട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ആ വിത്ത് നല്ല ഫലമായി പുറത്തു വരാതിരുന്നതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ നല്ല ഫലം പുറപ്പെടുവാനില്ലെങ്കിൽ അതിന്റെ കാരണം നാം നേരിടുന്ന പ്രശ്നങ്ങളല്ല, പുറമേയുള്ള സാഹചര്യങ്ങളല്ല. പിന്നെ അതിന്റെ കാരണം ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിലാണ് വീണത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ കൊണ്ടത് കളഞ്ഞു പോകാതിരിക്കത്തക്ക വിധം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ അതിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീകമായ ആ വളർച്ചയാകട്ടെ, നമ്മുടെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവമാകട്ടെ, ആ വചനത്തിനനുസരിച്ചുള്ള നമ്മുടെ പ്രവൃത്തികളാകട്ടെ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇനിയിപ്പോ രണ്ടാമത്തെ കൂട്ടര്, ദൈവമേ വിത്ത് വീഴുകയും ചെയ്തു, മുളയ്ക്കുകയും ചെയ്തു, അല്ലേ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ രണ്ടാമത്തത് വായിക്കുന്നത്? പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. അപ്പൊ ആ ഹൃദയത്തിനും, അത് ഹൃദയത്തോടും വിത്ത് വീഴുന്നതിനോടും ബന്ധപ്പെട്ടാണെന്ന വ്യാഖ്യാനത്തിൽ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ആ ഹൃദയത്തിന്റെ ഉടമയ്ക്ക് ദൈവത്തോട് വേണം ഇങ്ങനെ പറയാം: ദൈവമേ, എന്റെ ഹൃദയത്തിൽ വീഴുകയും ചെയ്തു, പിന്നെ മുളയ്ക്കുകയും ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന വേറൊരു വാക്കൊന്ന് ശ്രദ്ധിക്കണം: മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വീണ് മുളച്ചതിനേക്കാൾ മുമ്പ് ഇത് മുളച്ചു. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നോ. അപ്പൊ മറ്റുള്ളവരൊക്കെ കേട്ടു വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഞാനത് പ്രവർത്തിച്ചു, ഞാനത് അംഗീകരിച്ചു, അതുകൊണ്ട് ഞാനും ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്നൊരു ഫലം. ഈ ഫലത്തെ കുറിച്ച് ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ: ഇത് കേവലം ഉപരിപ്ലവമായ ചില ഫലങ്ങൾ മാത്രമാണ്. ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടായ ഫലമല്ല, കേവലം പുറമേ കാണിക്കുന്ന ചില റിസൾട്ടുകൾ മാത്രമാണ്. എന്നാലും ഇത് ഹൃദയത്തിൽ വീണില്ലേ? അതുകൊണ്ട് ചില മാറ്റങ്ങൾ പുറമേയെങ്കിലും സംഭവിച്ചില്ലേ? പക്ഷേ സൂര്യൻ ഉദിച്ചു, ചൂട് തട്ടിയപ്പോഴത്തേന് അത് വാടിപ്പോയി. അതുകൊണ്ട് ഈ ഹൃദയത്തിന്റെ ഉടമ ചെന്ന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ദൈവമേ, ഇനി സൂര്യൻ ഉദിക്കാതെ അവിടുന്ന് കാത്തുകൊള്ളണേ. കാരണം എൻ്റെ ഉള്ളിൽ വീണ വിത്ത് ചൂട് തട്ടിയാൽ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ മുളച്ചതെങ്കിലും ഒന്ന് നിലനിൽക്കാൻ സൂര്യൻ ഉദിക്കാതെ, ചൂട് വരാതെ നീ കാത്തുകൊള്ളണം. അങ്ങനെ പ്രാർത്ഥിച്ച വല്ല രക്ഷയുണ്ടോ? ഇല്ല. അങ്ങനെ സാഹചര്യങ്ങൾ മാറ്റി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് ദൈവം തന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാ. പിന്നെ ഈ മുളച്ച വിത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആരാ ശ്രദ്ധിക്കേണ്ടത്? താൻ ശ്രദ്ധിക്കാതെ ഈ പ്രതികൂലം മാറ്റിത്തരാൻ പോയി പ്രാർത്ഥിച്ചാൽ അത് മാറ്റുകയല്ല. നാളെ സൂര്യൻ ഉദിപ്പിക്കും, അടുത്ത ആഴ്ചയിലും സൂര്യൻ ഉദിപ്പിക്കും. സൂര്യൻ ഉദിപ്പിക്കാതെ, അല്ലെങ്കിൽ സാഹചര്യം മാറ്റി നമ്മെ ആത്മീകമായി വളർത്തുക എന്നുള്ളതല്ല, ആ സാഹചര്യത്തെ നേരിടാൻ നാം വചനത്തിൽ എത്രമാത്രം ആഴത്തിൽ പതിയങ്ങവരാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ കേൾക്കുന്ന ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അത് നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് എത്രമാത്രം ഹൃദയത്തിൽ പതിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ആ വ്യാഖ്യാനത്തിലേക്ക് വേഗം വരട്ടെ. ആ വ്യാഖ്യാനത്തിൽ ഈ മൂന്നും പറഞ്ഞിരിക്കുന്നതിന് ശരിയായ വ്യാഖ്യാനം അവിടെ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തതിനും പറഞ്ഞിട്ടുണ്ട്, നല്ല നിലത്ത് വീണതിനെ കുറിച്ച്. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. 19-ാം വാക്യം: ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ദുഷ്ടൻ വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളഞ്ഞു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. അപ്പം വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പറവ് വന്ന് തിന്നുകളഞ്ഞെന്നാ നമ്മളവിടെ വായിച്ചത്. പക്ഷെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ എന്താ? ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു.
അപ്പൊ അവിടെ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ വിശദീകരണം ആവശ്യമില്ല, പിശാച്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം കേൾക്കുന്നിടത്ത് ഏതൊക്കെ ഹൃദയത്തിലാണോ വചനം ചെല്ലുന്നത് അവിടെ ദുഷ്ടൻ കുറച്ചുകൂടെ കാര്യമായിട്ട് പ്രവർത്തിക്കും. എങ്ങനെയെങ്കിലും കേട്ട ആ വചന സത്യത്തിൽ നിലനിൽക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ദുഷ്ടൻ ചെയ്യും. അതാ ഇപ്പോൾ ഇവിടെ ദുഷ്ടൻ ചെയ്തതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്. ആ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഹൃദയത്തിൽ വിതച്ചു, ഹൃദയത്തിൽ വീണു, പക്ഷേ ദുഷ്ടൻ പ്രവർത്തിച്ചു. ഈ ദുഷ്ടൻ പ്രവർത്തിച്ചാലും ഈ വീണ വിത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ ഹൃദയത്തിന്റെ ഉടമ എന്ത് ചെയ്യണമായിരുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദുഷ്ടൻ പ്രവർത്തിക്കും. ആ ദുഷ്ടം പ്രവർത്തിക്കുന്നത് ഉപമ പറഞ്ഞിടത്ത് പറവ് വന്ന് തിന്നു കളഞ്ഞുന്ന, അത് മാറ്റാൻ പറ്റത്തില്ല. ദുഷ്ടം പ്രവർത്തിക്കും, പറവ് വരും, എന്നെ സൂര്യൻ ഉദിക്കും, ചൂട് തട്ടും, ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഈ ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ വീണ് വിത്ത് നശിപ്പിച്ചു കളയാതിരിക്കാൻ ആ ഹൃദയത്തിന്റെ ഉടമ അല്ല ഞാനും നിങ്ങളും എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മോടുള്ള ബന്ധത്തിൽ ഇന്ന് പറയാനുള്ള ആലോചന. ആ വാക്യത്തിൽ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ. അപ്പൊ ഏത് ദുഷ്ടനും ഏത് പറവയും വന്നാലും ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവവചനവും ഉപദേശ സത്യങ്ങളും ഒക്കെ കേട്ടതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് വേണമെന്നാണ്? അത് ഗ്രഹിക്കാൻ കഴിയണം. നമുക്കറിയാമല്ലോ, കേവലം സ്നാനം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും തേരിലിരുന്ന് വചനം വായിച്ചുകൊണ്ട് പോയ ഷണ്ടന്റെ അരിക്കൽ ചെന്ന് ദൈവദാസൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇതൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ വായിക്കുന്നുണ്ടെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, ആ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തും ചില ആത്മീയ അർത്ഥങ്ങൾ ഉണ്ടെന്ന് പറയാം, പക്ഷേ അതിനകത്തെ ആത്മീയ അർത്ഥം എന്താണെന്ന് അവന് ഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ ആ മനുഷ്യൻ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു. എന്താ? ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞില്ല. പിന്നെ എന്ത് പറഞ്ഞു? അവൻ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു. അതെങ്ങനെയാ? ഞാൻ വായിക്കുന്നേ ഉള്ളൂ, വായിച്ചാൽ അത്രയൊന്നും എല്ലാം മനസ്സിലായെന്ന് വരത്തില്ല. ഒരുത്തൻ പൊരുള് തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ അവൻ പൊരുള് തിരിച്ചു തരാൻ ഒരാൾ വേണമെന്നുള്ളത് തുറന്ന് സമ്മതിച്ചു, അല്ലെങ്കിൽ പൊരുള് തിരിച്ച് കിട്ടണമെന്നുള്ളത് അവിടെ സമ്മതിച്ചു. അവിടെയാണ് അവനത് പൊരുള് തിരിച്ച് കിട്ടിയത്, ആ സത്യം മനസ്സിലായത്. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് ഫലമായി പുറത്തു വന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് വിശ്വസിച്ചെങ്കിൽ സ്നാനപ്പെടണമെന്നുള്ളത് അവന് മനസ്സിലായി. അവൻ അടുത്ത നിമിഷം സ്നാനപ്പെടാൻ തയ്യാറാകുന്നു. അത് പൊരുള് തിരിച്ച് കിട്ടിയപ്പോൾ. അപ്പോൾ ആ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ പൊരുള് തിരിച്ച് കിട്ടേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ, ഞാനതിങ്ങനെ പറയട്ടെ, ഞാൻ ചിലപ്പോഴൊക്കെ ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും സമയം ഇതിനൊക്കെ ചെലവഴിക്കേണ്ടി വരുന്നത്? ഈ വിഷയങ്ങളൊക്കെ ഇപ്പൊ മത്തായി സുവിശേഷം 1-ാം അധ്യായം രക്ഷയെ കുറിച്ചുള്ളത് മുഴുവൻ അങ്ങോട്ട് എഴുതി തന്നിരിക്കുക. 2-ാം അധ്യായത്തിൽ സ്നാനത്തെ കുറിച്ചുള്ളത് മുഴുവൻ എഴുതി തന്നിരിക്കുക. 3-ാം അധ്യായം വേറൊരു വിഷയം മുഴുവൻ. അപ്പൊ ആ വിഷയം പഠിക്കണമെങ്കിൽ എവിടെ നോക്കിയാൽ മതി? മത്തായി 1. സ്നാനം പഠിക്കണമെങ്കിൽ എവിടെ നോക്കിയാൽ മതി? മത്തായി 2. ഇങ്ങനെ ഓരോ വിഷയവും ഓരോ ചാപ്റ്റർ അനുസരിച്ചായിരുന്നു തന്നിരുന്നതെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു പഠിക്കാൻ, അല്ലേ? എന്ത് ഈസി ആയിരുന്നു ദൈവവചനം പഠിക്കാൻ. പക്ഷെ ഇപ്പൊ സ്നാനം എന്ന് പറയുന്ന ഒരു വിഷയം പഠിക്കണമെങ്കിൽ എവിടെല്ലാം പോകണം, എത്ര വാക്യങ്ങളിലൂടെ പോകണം, ഏതെല്ലാം ബൈബിളിലെ പുസ്തകങ്ങളിലൂടെ നമ്മൾ തപ്പിച്ചെല്ലണം. അങ്ങനെ ഓരോ വിഷയവും അതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളിലൂടെ ചേർന്ന് പഠിക്കുമ്പോഴാണ് അതിനകത്തെ പൊരുള് തിരിച്ച് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു പ്രത്യേക വാക്യം കൊണ്ട് മാത്രം ഒരു വിഷയത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചാൽ വചനത്തിന് അനുസരിച്ചുള്ള അർത്ഥമായിരിക്കത്തില്ല നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. കാരണം അതിന്റെ പശ്ചാത്തലം ഒന്ന് വേറെ ആയിരിക്കാം. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നാം ആ വാക്കുകളെയും ആ വിഷയങ്ങളെയും പഠിക്കുവാൻ. അങ്ങനെ പൊരുള് തിരിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവം ദൈവമക്കളെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ പ്രത്യേകം ഇന്ന് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്. നമുക്ക് ബൈബിൾ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ബൈബിൾ ക്ലാസ് ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ എടുക്കുമ്പോഴെല്ലാം പ്രധാനമായിട്ട് ഈ ഉപദേശ വിഷയങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ
ഫിലിപ്പ് ലേഖനം എടുത്തു. ഫിലിപ്പ് ലേഖനത്തിലൂടെ നമ്മൾ എടുത്തത് മുഴുവൻ എന്താ, പ്രായോഗിക വശത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ചില പ്രത്യേക ഉപദേശ വിഷയങ്ങളും നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും ആ നിലയിൽ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും കഴിയുന്നെങ്കിൽ, പൊരുൾ തിരിച്ചു മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അതിന്റെ ശരിയായ ആത്മീയ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് പറവ വന്നത് തിന്നുകളയേണ്ടി വന്നത്? കേൾക്കാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടാണോ? അല്ല. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ശരിക്ക് ഗ്രഹിക്കാഞ്ഞിട്ടാ പറവ വന്നത് തിന്നുകളയേണ്ടത്. അവ കേൾക്കുന്ന വചനം അത് പൊരുള് തിരിച്ചു മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഹൃദയത്തിൽ ഗ്രഹിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി വചന സത്യങ്ങളിൽ നിലനിൽക്കുവാനും നല്ല ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കുവാനും കഴിയുന്നത്. അപ്പൊ ഒന്നാമത് ഇവിടുന്ന് ഓർപ്പിക്കാനായിട്ടുള്ളത്, ഏത് പറവ വന്നാലും നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്ത് തിന്നാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് ദുഷ്ടൻ വന്ന് അത് എടുത്തു കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ അത് ഗ്രഹിക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. രണ്ടാമത്തത് 20-ാം വാക്യം, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലായകയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ശ്രദ്ധിക്കണം, അത് ചെറുതായിട്ടൊന്ന് മുളച്ചു. അങ്ങനെ തന്നെയാണല്ലോ ഉപമ പറഞ്ഞിരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത്. പാറസ്ഥലത്ത് വീണത് അധികം മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ക്ഷണത്തിൽ മുളച്ചു. എന്നിട്ട് അവിടെ പറയാ, സൂര്യൻ ഉദിച്ചു, ചൂട് തട്ടി, അങ്ങനെയാ തുടങ്ങിപ്പോയത്. പക്ഷെ അതിന്റെ പൊരുൾ നോക്കി, അതിന്റെ പൊരുൾ പറഞ്ഞിരിക്കുന്നിടത്ത് പറയുന്നത്, വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വചനം നിമിത്തം ഉണ്ടാകാവുന്ന ഞെരുക്കമോ ഉപദ്രവമോ ഉപമയിൽ എന്തിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഉപമയിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന എന്തിനോടാ? പാറസ്ഥലത്ത് വീണ വിത്ത് പെട്ടെന്ന് മുളച്ചു. എങ്ങനെയാ അത് വാടിപ്പോയത്? എങ്ങനെയാ അത് ഉണങ്ങിപ്പോയത്? സൂര്യൻ ഉദിച്ചു, ചൂട് തട്ടി. ഈ സൂര്യൻ ഉദിച്ചു, ചൂട് തട്ടി, അത് ഉണങ്ങിപ്പോയി എന്നുള്ളതിന്റെ വ്യാഖ്യാനം പറയുകയാണ്, വചനം നിമിത്തമുള്ള ഞെരുക്കമോ ഉപദ്രവമോ ഉണ്ടായപ്പോൾ അത് ഫലം തരാതെ ഞെരുങ്ങിപ്പോയി. അപ്പൊ ഒന്ന് ബന്ധപ്പെടുത്തിക്കേ, ഇത് കർത്താവ് തന്നെ ഉപമ പറഞ്ഞതായതുകൊണ്ടാ അത് രണ്ടും തമ്മിൽ അങ്ങനെ ഞാൻ ബന്ധപ്പെടുത്തുന്നത്. വചനം നിമിത്തം ഉണ്ടാകുന്ന ഞെരുക്കത്തെയും ഉപദ്രവത്തെയും ഉപമയിൽ കർത്താവ് ഉപയോഗിച്ച സാദൃശ്യം ഏതാ? സൂര്യൻ ഉദിക്കുക, ചൂട് തട്ടുക എന്നുള്ളതാണ്, അല്ലേ? സൂര്യൻ ഉദിക്കുക, ചൂട് തട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടുന്ന് പറയാൻ ശ്രമിക്കുന്നത്, സൂര്യൻ ഉദിക്കുക, ചൂട് തട്ടുക എന്ന് പറയുന്നത് അത് സംഭവിച്ചേ പറ്റൂ, സംഭവിക്കേണ്ട കാര്യമാ, അസാധാരണമായ ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വചന നിമിത്തം ഞെരുക്കവും ഉപദ്രവവും ഉണ്ടാകുക എന്ന് പറയുന്നതും ഈ സൂര്യൻ ഉദിക്കുന്നതിനോട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ, മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ആ ഹൃദയത്തിന്റെ ഉടമ എന്നേച്ച് എന്റെ ഹൃദയത്തിൽ വീണു, ചെറുതായിട്ടൊന്ന് മുളച്ചു, ദൈവമേ ഇനിയും അത് വാടിപ്പോകാൻ ഇടവരരുത്, സൂര്യൻ ഉദിപ്പിക്കരുത്, ചൂടുണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാലും നാളെ സൂര്യൻ ഉദിപ്പിക്കും, നാളെ ചൂടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയട്ടെ, ഹൃദയത്തിൽ വീണ വിറ്റുകൊണ്ട് ചില ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ച വ്യക്തി ദൈവസന്നിധിയിൽ ചെന്ന് പറയാം, ദൈവമേ ഞാൻ ഈ വചനം വിശ്വസിച്ചത് കൊണ്ടും ഞാൻ ഈ വിശ്വാസത്തിലായതുകൊണ്ടും ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടും ഉണ്ടാകേണ്ടി വരുന്ന ഞെരുക്കവും ഈ ഉപദ്രവവും നീ ഇല്ലാതാക്കണേ എന്ന് പറഞ്ഞാൽ അത് മാറ്റുകയല്ല, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കും. അതെവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാ. അതുകൊണ്ട് അതൊക്കെ നേരിട്ടാലും, ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിക്കുക, അതിനെ എന്തിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? സൂര്യൻ ഉദിക്കുന്നതിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വചനം നിമിത്തമുള്ള ഞെരുക്കവും ഉപദ്രവവും മാറ്റിത്തരണേ എന്ന് പറഞ്ഞാലും സൂര്യൻ ഉദിക്കുന്നതിന് സമാനമായി പറഞ്ഞിരിക്കാൻ അത് മാറ്റി തന്നിട്ട് വളർത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ ശ്രദ്ധിക്ക്, ആഴത്തിലോട്ട് ഇറങ്ങാനായിട്ടൊന്ന് അനുവദിക്ക്. ആഴത്തിലോട്ട് ഇറങ്ങാമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചാലും ആ ചൂട് തട്ടിയാലും അത് വാടിപ്പോകത്തില്ല, അത് നിലനിൽക്കും. അപ്പം വാടിപ്പോയതിന്റെ ഉത്തരവാദി ആര് തന്നെയാണ്? സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവമോ അല്ലെങ്കിൽ ഉദിച്ചു വന്ന സൂര്യനോ അല്ല. പിന്നെ ആര് തന്നെയാ ഉത്തരവാദി? ഉത്തരവാദി നമ്മൾ തന്നെയാ.
പറയട്ടെ, എത്രമാത്രം ആഴത്തിലേക്ക് വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പതിയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് വചനം കേൾക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ ചിലപ്പം പണ്ട് പ്രസംഗിച്ച ചില പ്രസംഗങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ചിലർ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര വർഷം മുമ്പ് ഇത് ഇവിടെ പറഞ്ഞതാണെന്ന്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വചനത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യവും ഓർമ്മയും ഒക്കെ ഉള്ളവർ തന്നെ എവിടെ ഇരിക്കുന്നത്. ശരിയാ, പക്ഷേ ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇത് അത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ, അത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഏത് സൂര്യൻ ഉദിച്ചാലും, ഏത് ഞെരുക്കമുണ്ടായാലും, ഏത് ഉപദ്രവങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും വചനമാണ് ആഴത്തിൽ കിടക്കുന്നത്. ആ വിത്ത് ഒരിക്കലും വാടിപ്പോകത്തില്ല. ആ മുളച്ചു വന്ന ഫലം ഒരിക്കലും വാടിപ്പോകത്തില്ല. അപ്പൊ ഉത്തരവാദി ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഒന്ന്, വചനം ഗ്രഹിക്കണം. രണ്ട്, വചനം ആഴത്തിൽ പതിയണം. ഇനി മൂന്നാമത്തതൂടെ പറയട്ടെ, 22-ാം വാക്യം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്, അതിനും വ്യാഖ്യാനം കൊടുത്തിരിക്കുക. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും അത് നിഷ്ഫലമായി പോവുക. എന്തുകൊണ്ടാ? ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. അപ്പൊ മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും. അത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം ഈ ലോകത്തെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഏർപ്പെടേണ്ടവരാണ്. അതൊക്കെ ചിന്തിക്കേണ്ടവരുവാ. അതുപോലെ ധനം വേണ്ടേ, ധനം കൈകാര്യം ചെയ്യണ്ടേ, ധനം വരാനുള്ള മാർഗങ്ങള്, ജോലി അല്ലെ, ബിസിനസ് ചെയ്യണ്ടേ, ഇതെല്ലാം ചെയ്യണം. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ധനത്തിന്റെ വഞ്ചനയും നമ്മെ നിഷ്ഫലമാക്കുന്ന ഈ ലോകത്തിന്റെ ചിന്തയും. ഇതൊക്കെ നമുക്ക് നേരിടേണ്ട വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ വീണ വചനം പ്രവർത്തിക്കുന്നതിന്, നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് ഇതൊന്നും തടസ്സമായി തീരരുത് എന്നാണ് ആ വേദവാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിലൂടെ ഞാൻ പറയട്ടെ, നാം കഴിഞ്ഞ നാളുകളിൽ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദൈവവചനത്തിനനുസരിച്ച് അതിലെ ആത്മീയ സത്യങ്ങളിൽ നിലനിൽക്കുന്നതിന് തടസ്സമായി, വേണ്ട നിലയിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി ദുഷ്ടൻ എടുത്തു കളയാതെ, അല്ലെ പറവ തിന്നു കളയാതെ, ചൂടടിച്ച് വാടിപ്പോകാതെ, മുള്ളിഞ്ഞെരുക്കി അതിന്റെ ഫലം നിഷ്ഫലമായി പോകാതെ ഇരിക്കണമെങ്കിൽ നാം ഈ വചനത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് മാത്രം ഒന്നുകൂടെ ആവർത്തിക്കാൻ ഇവിടെ അവസാനിപ്പിക്കുക. എന്താ ചെയ്യേണ്ടത്? വചനം കേൾക്കുക മാത്രമല്ല, ഗ്രഹിക്കുന്നവരായിരിക്കണം. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ, ആ ഷണ്ണൻ പറഞ്ഞതുപോലെ തന്നെ, ഒരുത്തൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ദൈവവചനത്തിലെ ഓരോ വിഷയങ്ങളും പൊരുള് തിരിച്ച് മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും ഗ്രഹിച്ച് ആഴത്തിൽ പതിയുവാനും പുറമേയുള്ള ലോകത്തിന്റെ ചിന്തയും മറ്റു സാഹചര്യങ്ങളും ഇതിനെ ഞെരുക്കിക്കളയാതെ വണ്ണം ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞവരായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുമ്പോഴാണ് വചനത്തിനനുസരിച്ച് നിൽക്കാൻ കഴിയുന്നതും വചനത്തിനനുസരിച്ച് നല്ല ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞതും. കർത്താവ് പഠിപ്പിച്ച ഉപമയിലൂടെ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വിതയ്ക്കപ്പെട്ട വചനം നിഷ്ഫലമായി